വല്യച്ഛൻ ഇങ്ങനെ ഏത് നേരം പത്രം വായിച്ചോണ്ടിരുന്നോ? ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? എന്താ പ്രശ്നം? ഞാൻ രാവിലെ കഴിച്ചത് എന്താണെന്ന് അറിയോ? പഴങ്കഞ്ഞി. ആണോ? നിന്റെ ഭാഗ്യം. വലിച്ച കണ്ട പിച്ചക്കാര് കഴിക്കുന്ന സാധനം ഈ പഴങ്കഞ്ഞി. ഞാൻ അത്രയ്ക്ക് കൺട്രിയാണോ? രാവിലെ എഴുന്നേറ്റപ്പോ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവരവർക്ക് വേണ്ടത് അവരവരുണ്ടാക്കി കഴിച്ചോണോന്ന്. എന്നാ ഉണ്ടാക്കി കഴിക്കാൻ ചെന്നപ്പോ അതും കൂടെ അവളെടുത്തെങ്ങ് കഴിച്ചു. ഇതെന്താ റാഗിങ്ങോ? ഈ റാഗിങ് ഇന്നത്തോടെ അവസാനിപ്പിക്കണം. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ആദ്യം ഈ കുന്ത് മുമ്പിൽ നിന്നെടുത്തെങ്ങ് കളാ, അപ്പൊ എല്ലാം മനസ്സിലാവും. ശരി, ഇനി പറ, എന്താ നിന്റെ പ്രശ്നം? ആ സ്വാതിയെ നിലയ്ക്ക് നിർത്തണം. അവളിപ്പോ നിലത്തല്ലേ നിൽക്കുന്നേ? അല്ല, അവളിപ്പോ തോന്നിവാസം കാണിക്കുക. എല്ലാവരും ഇപ്പൊ അവളുടെ സൈഡാ. വല്യച്ഛൻ മാത്രമുള്ളൂ എന്റെ ഭാഗത്ത്. പറ, ഞാൻ എന്താ വേണ്ടേ? അവളോട് പറയണം എന്നെ കൊണ്ട് പണിയൊന്നും ചെയ്യിപ്പിക്കരുതെന്ന്. അതെങ്ങനെ പറയാൻ പറ്റും മോളെ? ഒരു വീടാവുമ്പോ എല്ലാരും സഹായിക്കണ്ടേ? അത് തന്നെയാ ഞാനും ചോദിച്ചത്. ഒരു വക ചെയ്യില്ല, ആർക്കായാലും അത് സഹിക്കില്ല. സഹിക്കോ? എന്താ മോളെ നീ ഇങ്ങനെ? ഈ വീട്ടിലെ ജോലികൾ നീയും കൂടെ ചേർന്ന് ചെയ്യേണ്ടതല്ലേ? മനസ്സിലായി, ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. ഇത് എല്ലാരും കൂടെ ചേർന്നുള്ള നാടകം അല്ലേ? എന്നെ തകർക്കണം, അതാണ് ആവശ്യമല്ലേ? ഇതാ നിന്റെ പ്രശ്നം. ഭയങ്കര കോംപ്ലക്സ് നിനക്ക്. നീ എന്തിനാ ഈ വീട്ടിലെ ആളുകളെ ശത്രുക്കളായി കാണുന്നേ? ഇവിടെ താമസിക്കുന്നത് അന്യരൊന്നും അല്ലല്ലോ. എന്ന് വെച്ചിട്ട് ഞാൻ ഇതുവരെ ചെയ്യാത്ത ജോലിയൊക്കെ ചെയ്യണമെന്നാണ് വല്യമ്മ പറയുന്നത്. അടിച്ചു വാരി എന്റെ നാട് ഒടിഞ്ഞു. കാര്യങ്ങളുടെ പോക്ക് ഈ നിലയിലാണെങ്കിൽ പലതും എനിക്ക് ആലോചിക്കേണ്ടി വരും. മോളെ, വെല്ലുമയായതുകൊണ്ട് പറയാ, വെറുതെ സാഹസം ഒന്നും ചിന്തിക്കണ്ട. അവളില്ലേ സ്വാതി, അവള് കലി തുള്ളി നിൽക്കുക. വെറുതെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടണ്ട. ഓ, ഭീഷണി അതൊക്കെ കൊറേ കണ്ടിട്ടുള്ളവളാ ഈ ഗൗരി. ഇനി എന്തെങ്കിലും പറഞ്ഞു വന്നാ അപ്പ അറിയാം എന്റെ തനി സ്വരൂപം. വയറ് ശരിക്കും നിറഞ്ഞു തോന്നുന്നല്ലോ. പിന്നെ അളിഞ്ഞ പഴങ്ങി ചുടിച്ച് നിറയതിരിക്കോ? പണ്ടാരം നാശം പിടിച്ച സാധനം. വയറ് ഉരുണ്ട് കേറുന്നു. ഭക്ഷണത്തെ ഇങ്ങനെ ശപിക്കില്ല ഗൗരി. ഈ ലോകത്ത് എത്രയോ കൂടി ജനങ്ങളുണ്ടെന്നറിയോ? ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവര്. നിനക്കിപ്പോ പഴങ്കഞ്ഞിയെങ്കിലും ഉണ്ടല്ലോ. അതിന് മോൾ ഈശ്വരനോട് നന്ദി പറയും. ശരി ഭഗവാനെ, ഇന്നത്തെ അളിഞ്ഞ പഴങ്കഞ്ഞിക്ക് ഞാൻ നന്ദി പറയുവാ. നാളെയും തരണേ. മതിയോ? ഓ, ഒരു പഴങ്കഞ്ഞി നന്ദി പറച്ചിലും. സ്വാതി പണി തുടങ്ങിയില്ലേ? അതെ, മുറ്റം അടുപ്പിച്ചു, അടുക്കള ജോലി മുഴുവൻ ചെയ്യിപ്പിച്ചു. അതിന്റെ ദേഷ്യം. നമ്മള് രണ്ടുപേരും ഇവിടുത്തെ ജോലിക്കാരികളാണ്. ഒരു ജോലിക്കാരി മറ്റൊരു ജോലിക്കാരിയെ ബഹുമാനത്തോടു കൂടി വേണം വിളിക്കാൻ, കേട്ടാ? അതിനെ നീ വേറെ ആളെ നോക്കിയാ മതി. ഒരു വേലക്കാരി. ശരിക്കുള്ള വേലക്കാരി ആരാണെന്ന് അധികം വൈകാതെ ഞാൻ കാണിച്ചു തരാം. അത് അപ്പോഴല്ലേ? അപ്പം നോക്കാം. ഇപ്പൊ പറഞ്ഞു പണി ചെയ്. എനിക്ക് സൗകര്യമില്ല. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ഈ പെണ്ണിനെ ഇവിടെ അടിച്ചുടക്കാൻ സൗകര്യമില്ലാന്ന് എന്ന് നീ പറഞ്ഞോ? ആ പറഞ്ഞു. എനിക്ക് നല്ല ക്ഷീണം. അതെ, ജോലി ചെയ്ത് കഴിയുമ്പോ മാറിക്കോളും. എല്ല് മുറിയ പണി, പല്ല് മുറിയ ഭക്ഷണം, അതാ ഈ വീട്ടിലെ രീതി. ആണോ? അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതറിയിക്കാനാ തുടയ്ക്കാൻ പറഞ്ഞ. പറ്റില്ലെന്നല്ലേ നിന്നോട് പറഞ്ഞത്. എനിക്ക് നല്ല പനിയുണ്ട്. പനിയോ? ആ, പനി, ഫീവർ, കേട്ടിട്ടില്ലേ? അയ്യോ, എവിടെ? തൊടയൊന്നും വേണ്ട. പനിയുണ്ട്. ഉള്ളിൽ കിടന്നേ ഇങ്ങനെ തിളയ്ക്കുവാ. അയ്യോ, തിളച്ചിട്ട് പുകയൊന്നും വന്നില്ലല്ലോ. എന്ത് കിളക്കുന്ന കാര്യം ഇവിടെ പറയുന്നേ? ഓ, കിളക്കുന്ന കാര്യമല്ല, തിളക്കുന്ന കാര്യമാ. എന്ത് പറഞ്ഞാലും കിളക്കുന്ന ഒരൊറ്റ കാര്യ ചിന്ത. ഞാൻ അങ്ങനെ കേട്ടത്. അമ്മേ, ഗൗരിക്ക് നല്ല പനിന്ന്. ദേഹത്ത് ചൂടൊന്നുമില്ല, ഐസ് പോലെയാ ഇരിക്കുന്നെ. ഇതൊരു പ്രത്യേക തരം പനിയാണെന്നാ തോന്നുന്നത്. ആണോ? അപ്പൊ ഇത് എന്തായാലും സൂക്ഷിക്കണല്ലോ. ഇതിന്റെ പേര് ഐസ് പനിന്നാ. ഉള്ളില് നല്ല പനിയായിരിക്കും, പക്ഷേ പുറത്ത് ചൂടൊന്നും ഉണ്ടാവില്ല. ആ, കറക്റ്റ്. ഐസ് പനിയെ കുറിച്ച് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. ഐസ് ടീ, ഐസ്ക്രീം, ഐസ് പനി. ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുവല്ലേ? എന്തൊക്കെ തരം പനികൾ ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ആ, ശരിയെന്നെ. എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോ മാത്രം പനി വരുന്ന ഒരാളെ എനിക്ക് അറിയാൻ, കേട്ടാ? എന്തിനാ പനിയുടെ പേര്? മടിപ്പനി. ആ, അത് തന്നെ തന്നെ തന്നെ.
അതെ. എന്നാ പിന്നെ ഗൗരി ഒരു കാര്യം ചെയ്തോ, റെസ്റ്റ് ചെയ്തോ. ഐസ് പനി മാറിയിട്ട് എന്തെങ്കിലും ചെയ്താ മതി. താങ്ക് യു. പിന്നെ ഈ പനി പെട്ടെന്നൊന്നും മാറുമെന്ന് തോന്നുന്നില്ല. ഒരു 1-2 ആഴ്ചയെങ്കിലും എടുക്കും. അയ്യോ ഒന്നും വേണ്ട, ഒറ്റ ദിവസം കൊണ്ട് ഞാൻ മാറ്റിത്തരാം. എങ്ങനെ? അതൊക്കെ ഉണ്ട്. വാ അമ്മേ, ഇവിടെ നിന്നാലേ പനി പകരും. അയ്യോ തിളക്കണ പനിയാണ്. പോ പോ പോ. തിരിച്ചു കിട്ടിയ അമൃതകുംഭവുമായിട്ട് ദേവലോകത്തേക്ക് പോകുമ്പോൾ ആ കുംഭത്തിൽ നിന്ന് ചില തുള്ളികൾ ഭൂമിയിൽ വീണത്രേ. അത് വീണ ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്. അവിടെയാണ് ഈ കുംഭമേള നടക്കാറ്. 12 കൊല്ലം കൂടുമ്പോഴിത് നടക്കുന്നത്. അവിടെ ചെല്ലുന്നതും ഗംഗയിൽ സ്നാനം ചെയ്യുന്നതൊക്കെ വളരെ വിശിഷ്ടമാണ്. എന്നാ നമുക്ക് തീർച്ചയായിട്ടും പോണം. അമ്പലങ്ങളിൽ പോകുന്നത് എനിക്കിഷ്ടാ. ആ കഴിഞ്ഞോ? കഴിയും. ഇത്തിരിയും കൂടി ജീവൻ ബാക്കിയുണ്ട്. നിന്നെ കാണാനില്ലല്ലോടി. ഓ പണിയാ നീലേ. 24 മണിക്കൂറും എനിക്കിട്ട് പണിയാ നീലേ. നീ അറിഞ്ഞോ, ടെറസിലിരിക്കുന്ന വാട്ടർ ടാങ്ക് മുഴുവനെ താഴേന്ന് വെള്ളം കൊണ്ടുപോയി ഞാൻ നിറച്ചു. നീ ഇപ്പൊ ഭയങ്കര സ്ട്രോങ് ആണല്ലോ. അതെ അതെ, ഇപ്പൊ ലോൺ നനച്ചിട്ട് വരുന്ന വഴിയാ. ഇങ്ങനെ പോയാലേ ഞാൻ എവിടേക്കെങ്കിലും ഇറങ്ങി പോവും. ഏത് നീല്? നീൽ മഹേഷ്. അതാരാ? അങ്ങനെ ചോദിക്കുമോളെ. ഒരു നീൽ മഹേഷ് ആരാവൻ? പോവാൻ പറയാനോട്. നിങ്ങളാരാ? മോളെ തുടരുതന്നെ. അന്യരെ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ നിന്റെ അമ്മയല്ലേ? അമ്മയോ? ഏതമ്മ? ആരുടെ അമ്മ? എനിക്ക് അമ്മയില്ല, ആരുമില്ല. ഐ ആം ആൻ ഓർഫൻ, അനാഥ. മോളെ മോളെ വിടുന്നേ. തമാശ കാണിക്കല്ലേ. നീ ആരാ? ആരും എന്റെ അടുത്തേക്ക് വരരുത്. എല്ലാരും ചതിയന്മാരാ. മയിൽപ്പീലി തരാന്ന് പറയും, തരില്ല. കളിപ്പാട്ടങ്ങൾ തരാന്ന് പറയും, തരില്ല. എത്രയോ കാലമായിട്ട് ഞാനൊരു പിയാനോ ചോദിക്കുന്നു, തന്നോ? ആരെങ്കിലും ഇത് വാങ്ങി തന്നോ? നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം, എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നടത്തിത്തരാം. വേണ്ട, ഇനി വേണ്ട. ആവശ്യം കഴിഞ്ഞൊരു സാധനം കൊണ്ട് എന്താ പ്രയോജനം? കിട്ടിയാലും ഉപേക്ഷിക്കേണ്ടി വരും. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? അമ്മയ്ക്ക് പേടിയായിട്ട് വയ്യ. എന്തിനാ കരയുന്നേ? കരയാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. കരയല്ലേ? കരയാതിരുന്നാ ഞാനൊരു കൂട്ടം തരാം. ഇത് മതിയോ? വേണ്ട, ഇത് ശരിയാവില്ല. ഇതായാലോ? ഇതും അത്ര പോരാ. നല്ലൊരു സാധനം പോലും ഈ വീട്ടിലില്ല. എടുത്തിട്ട് പോയൊക്കെ. നീ എന്താ കാണിക്കുന്നത്? നീ മോളെ നിനക്ക് എന്താ പറ്റിയത്? നീ എന്താ കാണിക്കുന്നേ? മോളെ അതാ ഭ്രാന്തിന്റെ ലക്ഷണം. വെറുതെ ഓർത്തോണ്ടിരിക്കും. അവര് പോയോ? ആര്? എന്റെ വീട്ടുകാര് പോയി.